വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ്? ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കുറച്ചധികം സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെറുതെ നമുക്ക് സ്റ്റാഫിംഗ് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെന്റ്സ്. അതായത് ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്രമാത്രം മാൻ പവർ റിക്വയർമെന്റ്സ് ആണ് ഉള്ളത് എന്ന് എന്ത് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക. അതാണ് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെന്റ്സ്. ദെൻ manpower planning is the process of determining and ensuring that the organization will have adequate number of qualified personnel. അതായത് ആ ഓർഗനൈസേഷന് എത്രമാത്രം പേഴ്സണൽസിനെയാണ് ആവശ്യം എന്നുള്ള ആ ഒരു എസ്റ്റിമേഷൻ പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാഫിംഗ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, റിക്രൂട്ട്മെന്റ്. അതായത് നമുക്ക് ഇത്രമാത്രം പേഴ്സണൽസിനെയാണ് ആവശ്യം എന്നുള്ള എസ്റ്റിമേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ശേഷം നമ്മൾ ചെയ്യേണ്ടത് റിക്രൂട്ട് ചെയ്യുകയാണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ജോബിലേക്ക് എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യിക്കുന്നു. അതായത് നമുക്ക് നോക്കാം. റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ് അർത്ഥമാക്കുന്നത്, അവർ സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്, അതായത് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുക, റിക്രൂട്ട്മെന്റ് എന്ന് പറയപ്പെടുന്നത്. പിന്നീടെന്ന് വെച്ചാൽ റിക്രൂട്ട്മെന്റ് ഈസ് എ പ്രോസസ്, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് പീപ്പിൾ ടു അപ്ലൈ ഫോർ ജോബ്സ്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം, ആർക്കും അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യുക, അതിനെ എന്തെന്ന് വിളിക്കുന്നു, ഒരു പോസിറ്റീവ് പ്രോസസ് ആണെന്ന് വിളിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം റിക്രൂട്ട്മെന്റ് കഴിഞ്ഞാൽ ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കാം, സെലക്ഷൻ പ്രോസസ് സ്റ്റാർട്ട്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിക്രൂട്ട്മെന്റ്. അതായത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ എന്ത് ചെയ്യുന്നു, സെലക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. സെലക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺസ് ഫ്രം ദ ആപ്ലിക്കൻസ്. അതായത് ആപ്ലിക്കൻസിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് വിളിക്കപ്പെടുന്നത്. സെലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. എന്താണ് പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ? നമുക്കറിയാം, പ്ലേസ്മെന്റ് റെഫേഴ്സ് ടു പുട്ടിങ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ്. അതായത് റൈറ്റ് ജോബിലേക്ക് റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ നമ്മൾ പുട്ട് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പ്ലേസ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാച്ചിങ് ദ കാൻഡിഡേറ്റ്സ് വിത്ത് ദ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലെ ആപ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്ത് ചെയ്യുന്നു, അപ്പോയിന്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു ജോബിലേക്ക് ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്സ് എല്ലാം എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അതിലൂടെ അവർ എന്ത് ചെയ്യുന്നു, ആ കൊടുക്കുന്ന ട്രെയിനിങ്ങിലൂടെ അവർ എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, അതിന് ആപ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആക്കി മാറ്റുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞാൽ അവർക്ക് കോമ്പൻസേഷൻ. എന്താണ് കോമ്പൻസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റെമ്യൂണറേഷൻ കൊടുക്കുക, അവർ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലം കൊടുക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്, കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അത് കോമ്പൻസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കോമ്പൻസേഷൻ മീൻസ് ദ റെമ്യൂണറേഷൻ പെർ ടു എംപ്ലോയീസ്. ആ എംപ്ലോയീസ് എന്ത് ചെയ്യുക, റെമ്യൂണറേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. കോമ്പൻസേഷൻ ഇൻക്ലൂഡ് ഡയറക്റ്റ് ഫിനാൻഷ്യൽ പേയ്മെന്റ് ലൈക്ക് വേജസ്, സാലറീസ്, ഇൻസെന്റീവ്സ്, കമ്മീഷൻസ്, ബോണസ് എക്സെട്ര, ആൻഡ് ഇൻഡയറക്റ്റ് പേയ്മെന്റ്സ് ലൈക്ക് എംപ്ലോയി പെയ്ഡ് ഇൻഷുറൻസ് ബിഹാഫ് ഓഫ് എംപ്ലോയി വെക്കേഷൻ. അത് ഈ കോമ്പൻസേഷനിൽ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് വരുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് മീൻസ് ഇൻ ടേംസ് ഓഫ് ക്യാഷ് ഫോമിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാകാം അവർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ വർക്കിംഗ് എൻവയോൺമെന്റ് എല്ലാം, അതുപോലെ തന്നെ സേഫ്റ്റി ആയിട്ടുള്ള പ്ലേസ് അതൊക്കെ അലൗഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിൽ വരുന്നതാണ്. പിന്നീടെന്ന് വെച്ചാൽ പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്. അതായത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ട്, അവർക്ക് കോമ്പൻസേഷൻ കിട്ടുന്നുണ്ട്, പിന്നീട് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് അവർക്ക് പ്രൊമോഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഈ പറയുന്ന ഇത്രയും സ്റ്റെപ്സ് കൊണ്ട് നമ്മുടെ സ്റ്റാഫിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഒന്നും കൂടി പറഞ്ഞാൽ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ
ഒന്നും കൂടി നോക്കുക, ഒരു ഓർഗനൈസേഷന് എത്രമാത്രം പേഴ്സണൽസിനാണ് ആവശ്യം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെന്റ്സ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസ് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്ത് ഓർഗനൈസേഷനിലേക്ക് പ്ലേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുന്നു. റിക്രൂട്ട്മെന്റിലൂടെ ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം പ്ലേസ്മെന്റ്, ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ദെൻ കോമ്പൻസേഷൻ, ദെൻ പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്. ഇത് ഇത്രയും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റാഫിംഗ് പ്രോസസ്സ് പൂർണ്ണമാകുന്നത്. നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. അപ്പോൾ നമ്മൾ എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പഠിച്ചു. നമുക്കറിയാം റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. നമുക്ക് നോക്കാം. എംപ്ലോയീസ് മേ ബി റിക്രൂട്ടഡ് ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ഫ്രം ഔട്ട്സൈഡ്. ദസ് ദർ ആർ ടു സോഴ്സസ്. അത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് വിത്തിൻ ദ ഓർഗനൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ ഉണ്ട്. അതായത് ഓർഗനൈസേഷൻ അകത്തും റിക്രൂട്ട്മെന്റ് നടക്കാം, അതുപോലെ തന്നെ ഔട്ട്സൈഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതുകൊണ്ടാണ് ഇന്റേണൽ സോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ഇന്റേണൽ സോഴ്സസ്, ദെൻ അനദർ വൺ ഈസ് എക്സ്റ്റേണൽ സോഴ്സസ്. ഇനി എന്താണ് ഇന്റേണൽ സോഴ്സസ്, ഇനി എന്താണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് നോക്കാം. ഇന്റേണൽ സോഴ്സസ് എന്ന് വെച്ചാൽ വെൻ റിക്രൂട്ട്മെന്റ് ഈസ് മെയ്ഡ് ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ ദ സോഴ്സ് ഈസ് ഇന്റേണൽ സോഴ്സസ്. അതായത് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഓർഗനൈസേഷൻ ഉള്ളിൽ തന്നെയാണ് നടക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം ഇന്റേണൽ സോഴ്സസ്. അതിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷന് അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എക്സ്റ്റേണൽ സോഴ്സസ്. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ ആകാം. അതെങ്ങനെയൊക്കെ ആകാം, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആകാം, അതല്ലെങ്കിൽ കാഷ്വൽ കോളേഴ്സ് ആകാം, അതല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിലൂടെ ആകാം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ ആകാം, അതല്ലെങ്കിൽ പേഴ്സണൽ കൺസൾട്ടൻസിലൂടെ ആകാം. അങ്ങനെ നിരവധി എന്തുണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് നമുക്കുണ്ട്. അപ്പം ഇനി അടുത്തതായിട്ട് എന്ത് നോക്കാം, എന്താണ് ട്രാൻസ്ഫർ, എന്താണ് പ്രൊമോഷൻ. ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഈസ് കൺസേൺ വിത്ത് ദ ഷിഫ്റ്റിംഗ് ആൻഡ് എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ ഹാവിങ് സിമിലർ എംപ്ലോയീസ്. അതായത് ഈ പറഞ്ഞ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താണ്, ഒരു എംപ്ലോയി പെർഫോം ചെയ്യുന്ന ഏത് വർക്കാണോ ആ വർക്കിനൊരു ചേഞ്ചും വരുന്നില്ല, ആ ഒരു പ്ലേസിന് മാത്രം എന്ത് സംഭവിക്കുന്നു, ചേഞ്ച് സംഭവിക്കുന്നു. കിട്ടുന്ന ബെനിഫിറ്റ്സ് എല്ലാം സെയിം ബെനിഫിറ്റ്സ്, സെയിം വർക്ക്. അവിടെ എന്ത് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ, പ്ലേസിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എന്നാൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിയെ ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു ഹയർ പോസ്റ്റിലേക്ക് എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊമോഷൻ എന്ന് പറയപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് എക്സ്റ്റേണൽ സോഴ്സസ്. എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. എന്താണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് മീൻസ് sometimes a notice of vacancies is put up on the factory gate or office notice board. അതല്ലെങ്കിൽ ഒന്നെങ്കിൽ ഓഫീസ് നോട്ടീസിൽ അതല്ലെങ്കിൽ ഫാക്ടറി ഗേറ്റിൽ നോട്ടീസിൽ എന്താണ് ഇത്രമാത്രം വേക്കൻസീസ് അവിടെ ഉണ്ട് എന്നുള്ള ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യാറുണ്ട്, സ്പ്രെഡ് ചെയ്യാറുണ്ട്. അതാണ് എന്ത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് ഈസ് കാഷ്വൽ കോളേഴ്സ്. കാഷ്വൽ കോളേഴ്സ് മീൻസ് മോസ്റ്റ് എംപ്ലോയേഴ്സ് മെയിൻറ്റെയിൻ എ ഡേറ്റാബേസ് വിത്ത് ദ ഡീറ്റെയിൽസ് ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് ഫ്രം കാഷ്വൽ ആപ്ലിക്കൻസ്. ആപ്ലിക്കേഷൻസ് മേ treat as a source of recruitment when vacancies arise in the organization. അതായത് ഓർഗനൈസേഷനിൽ എപ്പോഴാണ് വേക്കൻസീസ് എറൈസ് ചെയ്യുന്ന ടൈമിൽ അപ്പം അവർക്ക് പ്രിഫറൻസ് കൊടുത്തുകൊണ്ടുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് പോലുള്ള ക്രിയേറ്റ്, ദാറ്റ് ഈസ് കാഷ്വൽ കോളേഴ്സ്. അനദർ വൺ ഈസ് അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസിങ് in newspapers and journals is a common method of encouraging people to apply for jobs by means of advertisement. അതായത് ഇപ്പം നമുക്കൊക്കെ അറിയാം, ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് പല ഓർഗനൈസേഷനിലും വേക്കൻസീസ് ഉണ്ട്. അതായത് സ്റ്റാഫ് വാണ്ടഡ് എന്നും പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്, പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാം, റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട്. അതൊരു എക്സ്റ്റേണൽ മോഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ് റൺ ബൈ ദ ഗവൺമെന്റ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഓഫ് പേഴ്സണൽ. ജോബ് സീക്കേഴ്സ് ഗെറ്റ് ദംസെൽസ് രജിസ്റ്റേർഡ് വിത്ത് ദീസ് എക്സ്ചേഞ്ച്. അതായത് ഈ പറഞ്ഞ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാറുണ്ട്. ദെൻ അനദർ വൺ ഈസ് പേഴ്സണൽ കൺസൾട്ടൻസ്. ദേ അണ്ടർടേക്ക് ദ വർക്ക് ഓഫ് റിക്രൂട്ടിംഗ് പേഴ്സണൽ ഓൺ ബിഹാഫ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ബിഹാഫിൽ എന്ത് ചെയ്യാറുണ്ട്, റിക്രൂട്ട്മെന്റ് ക്യാരി ഔട്ട് ചെയ്യുക. ദാറ്റ് ഈസ് പേഴ്സണൽ കൺസൾട്ടൻസ്. ദെൻ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്സ്. അത് നമുക്കറിയാം പ്ലേസ്മെന്റ് കൊടുക്കാറുണ്ട് ക്യാമ്പസിൽ. ഓരോ റിക്രൂട്ട്മെന്റ് ഓരോ കമ്പനീസ് എന്ത് ചെയ്യാറുണ്ട്,
ക്യാമ്പസുകളിൽ എന്താ ജോബ് ഫെയർ പോലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് അതിലൂടെ പ്ലേസ്മെൻറ്റ്, അതും ഇസ് എ മോഡ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ്. ദെൻ എന്താണ് റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രസൻറ്റ് എംപ്ലോയീസ്, അത് ഓർഗനൈസേഷനിൽ എന്താ കറണ്ട് എംപ്ലോയീസിന് റെക്കമെൻഡേഷൻസിലൂടെ എന്ത് ചെയ്യാം, അവിടെ റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ദെൻ ലേബർ കോൺട്രാക്ടേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് കോൺട്രാക്ട് സിസ്റ്റം റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാറ്. അങ്ങനെ വിവിധങ്ങളായ എന്തുണ്ട് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഉണ്ട് ബൈ എക്സ്റ്റേണൽ സോഴ്സിലൂടെയുള്ള. അപ്പം എന്താണ് റിക്രൂട്ട്മെൻറ്റ്, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇന്റേണൽ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെലക്ഷൻ ടെസ്റ്റ്. ഈ പ്രിലിമിനറി സ്ക്രീനിങ്ങിൽ പാസ് ചെയ്യുന്ന ക്ലിയർ ചെയ്യുന്ന ആരാണോ അവരെന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ സെലക്ഷൻ ടെസ്റ്റിൽ അപ്പിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ സെലക്ഷൻ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ദ എബിലിറ്റീസ് ആൻഡ് സ്കിൽസ് ഓഫ് എ കാൻഡിഡേറ്റ്സ് ഇൻ ടേംസ് ഓഫ് ജോബ് സ്പെസിഫിക്. ആ സ്പെസിഫൈ ചെയ്യുന്ന ജോബിൽ സ്പെസിഫൈ ചെയ്യുന്ന ജോബ് പെർഫോം ചെയ്യാനായിട്ടുള്ള എബിലിറ്റീസും സ്കില്ലും ഉണ്ടോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഫസ്റ്റ് വൺ പ്രൊഫഷൻസി ടെസ്റ്റ്, ദെൻ സെക്കൻഡ് വൺ ഈസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എന്താണ് പ്രൊഫഷൻസി ടെസ്റ്റ് എന്ന് വെച്ചാൽ, എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്? ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ പ്രൊഫഷൻസി ടെസ്റ്റ് ആർ കണ്ടക്റ്റഡ് ടു മെഷർ ദ സ്കിൽസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓൾറെഡി പൊസസ്ഡ് ബൈ ദ കാൻഡിഡേറ്റ്. ഒരു കാൻഡിഡേറ്റ് ഓൾറെഡി പൊസസ് ചെയ്തിട്ടുള്ള സ്കില്ലും ആപ്റ്റിറ്റ്യൂഡും മെഷർ ചെയ്യുന്ന ഒന്നാണിതെന്ന് പറയുന്നത് പ്രൊഫഷൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫേമിലേക്ക് ആവശ്യമായിട്ടുള്ള എന്താ ഡ്രൈവർ നമ്മൾ എന്ത് ചെയ്യുന്നു, ആവശ്യമായുള്ള ഡ്രൈവർ നമ്മൾ സെലക്ട് ചെയ്യും. അവർക്ക് ആ ഒരു സ്കില്ലുണ്ടോ, ഡ്രൈവിംഗ് സ്കില്ലുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉറപ്പുവരുത്തുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് പ്രൊഫഷൻസി ടെസ്റ്റ് എന്ന് പറയും. ദെൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഇൻഡിവിജ്വൽസ് പൊട്ടൻഷ്യൽ ടു ലേണിംഗ് ന്യൂ സ്കിൽസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പേഴ്സൺസ് കപ്പാസിറ്റി ടു ഡെവലപ്പ്. ഇനി എന്താണ്, എത്രമാത്രം സ്കിൽസ് അക്വയർ ചെയ്യാനുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അത് മെഷർ ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റിയാണ് എന്തെന്ന് വിളിക്കുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ട്രെയിനിങ് മെത്തേഡ്സ്. എന്താണ് ട്രെയിനിങ് എന്ന് നമുക്കറിയാം. എന്താ, സെലക്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിന് എന്താണ് പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ കൊടുക്കുന്നു, പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നു. എന്തിനു വേണ്ടി, എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് മാനറിൽ വർക്ക് ചെയ്യുന്നതിനായിട്ട്. അതിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ട്രെയിനിങ് നമുക്ക് എന്താ പല രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. മെയിൻലി ട്രെയിനിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ്. വൺ ഈസ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ആൻഡ് അദർ വൺ ഈസ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. എന്താണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് നോക്കാം. അതായത് അണ്ടർ ദിസ് മെത്തേഡ് ദ എംപ്ലോയി ഈസ് ഗിവൺ ട്രെയിനിങ് വെൻ ഹീസ് ഓൺ ദ ജോബ്. അതായത് ജോബിൽ ഇരിക്കെ എന്ത് ചെയ്യുന്നു, ട്രെയിൻ ചെയ്തുകൊണ്ട്, അതായത് സ്കിൽ ആൻഡ് നോളജ് അക്വയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ദ ട്രെയിനി ലേൺസ് ബൈ ഒബ്സർവിങ് ആൻഡ് ആക്ച്വലി ഡൂയിങ് ദ ജോബ്. ദാറ്റ് ഈസ്, അതായത് എന്താ ലേണിംഗ് ബൈ ഡൂയിങ്, അത് പഠിച്ചുകൊണ്ടേ എന്ത് ചെയ്യുന്നു, ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പഠിക്കുന്നു, അതിനോടൊപ്പം ജോലിയും ചെയ്യുന്നു. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഓൺ ദ ജോബ് ട്രെയിനിങ്, അതായത് ഈ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം, സെക്കൻഡ് വൺ കോച്ചിങ്, ദെൻ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ആൻഡ് ജോബ് റൊട്ടേഷൻ. എന്താണ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, മെക്കാനിസ്റ്റ് ഒക്കെ അതിന് എക്സാമ്പിൾ. അത് എന്തുകൊണ്ടാണ് അവർ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതെന്ന് പറയാനുള്ള കാരണം, അവർക്ക് എന്താണ് അവർക്ക് എന്തുണ്ടായിരിക്കും, ഒരു ഗൈഡ് ഉണ്ടായിരിക്കും. ആ ഗൈഡിന് അണ്ടറിലായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്ത് അവർ എക്സ്പേർട്സ് ആയിട്ട് മാറുന്നു. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാം, ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് കോച്ചിങ്. കോച്ചിങ് എന്ന് വെച്ചാൽ ഇതെന്താണ്, ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. സൂപ്പർവൈസർ ആയിരിക്കും ഗൈഡ് ചെയ്യുന്നത്. എന്താ സബോർഡിനേറ്റ്സിനെ ഗൈഡ് ചെയ്യുന്നവരായിരിക്കും. ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം നോളജും സ്കില്ലും അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ബിസിനസ് ഫേമും കമ്പൈൻ ചെയ്ത് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. ദെൻ ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം ഒരു വർക്ക് പ്ലേസിൽ നിന്ന് മറ്റൊരു വർക്ക് പ്ലേസിലേക്ക് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ്, അതായത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നോളജ് ആൻഡ് സ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എക്സ്പീരിയൻസിലൂടെ അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം. അതായത് ഒരു മാസ്റ്റർ ഉണ്ടായിരിക്കും. മാസ്റ്ററിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു സൂപ്പർവൈസിങ് കൺട്രോളിൽ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. അതിലൂടെ എന്താ ഹൈ ലെവൽ ഓഫ് സ്കില്ല് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിന് എക്സാമ്പിൾസ് ആണ് പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, മെക്കാനിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ കോച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ നോളജും സ്കില്ലും അക്വയർ ചെയ്യുന്നതിനായിട്ടുള്ള മറ്റൊരു ട്രെയിനിങ് മെത്തേഡാണ് കോച്ചിങ് എന്ന് പറയുന്നത്.
ദെൻ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഫേമുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നു. അതിനെ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് വിളിക്കുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് ജോബ് റൊട്ടേഷൻ. ഈ ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് നല്ലൊരു മെത്തേഡാണ്. അത് നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ നോളജും സ്കില്ലും എല്ലാം അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും ബൈ എക്സ്പീരിയൻസിലുള്ള. അതായത് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പം ആ വർക്കിംഗ് എൻവയോൺമെൻറ്റിലെ എന്തായിരിക്കും, ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ല, ആ ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ആയിരിക്കത്തില്ല അടുത്ത പ്ലേസിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോളജും സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. These are the methods of on the job training method. Then another one is off the job training. Off the job training എന്താന്ന് നോക്കാം, അതിൻ്റെ മെത്തേഡ്സ് എന്താന്ന് നോക്കാം. This is concerned with imparting training to employees outside the actual work place. അതായത് നമ്മൾ പറഞ്ഞു ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് വെച്ചാൽ അറ്റ് വർക്ക് പ്ലേസിൽ തന്നെ ട്രെയിനിങ് എന്ത് ചെയ്യുന്നു, എൻഷുർ ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് ദ വർക്ക് പ്ലേസ്, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന എവിടെയാണ് അതിന് പുറത്തായിരിക്കും എന്ത് ഈ ട്രെയിനിങ് നൽകുന്നത്. അതാണ് എന്തെന്ന് പറയുക, ഇമ്പാർട്ടൻറ്റ് ട്രെയിനിങ് അറ്റ് ഔട്ട്സൈഡ് ദ വർക്ക് പ്ലേസ്. അതിനെയാണ് നമ്മൾ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. എങ്ങനെയൊക്കെ ആയിരിക്കാം ഈ പറയുന്ന ഔട്ട്സൈഡ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്ലാസ് റൂം ലെക്ചേഴ്സ് ഓർ കോൺഫറൻസസ്. അതായത് കോൺഫറൻസിലൂടെ അല്ലെങ്കിൽ ക്ലാസ് റൂം ലെക്ചേഴ്സ് വഴി എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അതെങ്ങനെ, ആ ഒരു ട്രെയിനിങ് എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടുന്ന ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ്, റൂൾസ് അല്ലെങ്കിൽ ഏത് മെത്തേഡ്സിൽ പെർഫോം ചെയ്യണം അതെല്ലാം എന്താണ്, ബേസിക് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യും, ഈ പറയുന്ന ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡിലൂടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് ക്ലാസ് റൂം ലെക്ചേഴ്സ് അല്ലെങ്കിൽ കോൺഫറൻസ്. അതിലൂടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു പ്രഷർ എന്ത് ചെയ്യാനായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫിലിം മെത്തേഡ് എന്ന് പറയുന്നത് അതും ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതെങ്ങനെയായിരിക്കും, ഡെമോൺസ്ട്രേറ്റ് സ്കിൽസ് ദാറ്റ് ആർ നോട്ട് ഈസിലി റെപ്രസെൻറ്റഡ് ബൈ അതർ ടെക്നിക്സ്. മറ്റുള്ള ടെക്നിക്സിനെക്കാട്ടിലും ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഈ പറയുന്ന ഡെമോൺസ്ട്രേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നോളജ് ആൻഡ് സ്കില്ല് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ കേസ് സ്റ്റഡി മീൻസ് എന്താ, കേസസ് ആർ ആക്ച്വൽ എക്സ്പീരിയൻസ് വിച്ച് മാനേജേഴ്സ് കൺഫ്രണ്ട് വൈൽ ഡിസ്ചാർജിങ് ദ ഡ്യൂട്ടീസ്. അതായത് പറയുന്ന മാനേജേഴ്സ് എന്ത് ഡ്യൂട്ടീസ് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊടുക്കും, ഷെയർ ചെയ്യും. അതിലൂടെ എക്സ്പീരിയൻസിലൂടെ എന്ത് ചെയ്യുന്ന ഓരോ കേസസ് സ്റ്റഡി ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നല്ല രീതിയിലുള്ള നോളജ് ആൻഡ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ കമ്പ്യൂട്ടർ മോഡലിംഗ് നമുക്കറിയാം, കമ്പ്യൂട്ടർ പ്രോഗ്രാമിലൂടെ എന്താ ജോബിൻ്റെ റിയാലിറ്റീസിനെ എന്ത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതും ഒരു മെത്തേഡ് ഓഫ് ട്രെയിനിങ് ആണ്, ഓഫ് ദ മെത്തേഡ് ഓഫ് ട്രെയിനിങ്. ദ നെക്സ്റ്റ് വൺ ഈസ് വെസ്റ്റിബിൾ ട്രെയിനിങ്. എന്താണ് വെസ്റ്റിബിൾ ട്രെയിനിങ് എന്ന് വെച്ചാൽ സം കൈൻഡ്സ് ഓഫ് വർക്ക്സ് കനോട്ട് ബി ട്രെയിൻഡ് ഇൻ ദ ആക്ച്വൽ വർക്ക് പ്ലേസ് വിത്ത് ഒറിജിനൽ എൻവയോൺമെൻറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചില വർക്ക്സ് നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സച്ച് വർക്ക്സ് ആർ ട്രെയിൻഡ് ഇൻ ആർട്ടിഫിഷ്യൽ വർക്ക് പ്ലേസ് നോൺ ആസ് വെസ്റ്റിബിൾ ട്രെയിൻ. അത്തരത്തിലുള്ള വർക്ക് നമ്മളൊരു ആർട്ടിഫിഷ്യൽ വേയിൽ എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെസ്റ്റിബിൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. ദിസ് മെത്തേഡ് ഇൻകോർപ്പറേറ്റ്സ് എ പ്രീ അറേഞ്ച്ഡ് ആൻഡ് പ്രൊപ്പോസ്ഡ് അക്വിസിഷൻ ഓഫ് സം സ്പെസിഫിക് സ്കിൽസ് ഓർ ജനറൽ നോളജ്. അതായത് ജനറൽ നോളജ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സ്കിൽസ് എന്ത് ചെയ്യുന്നു, അക്യൂർ ചെയ്യുന്നതിനായിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്.